സാർ ഏറെക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും സാർ അത് വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM എത്ര സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട്? എത്ര സീറ്റ് വരെ എന്നുള്ളത് നമുക്കിപ്പോൾ ഇനി കൃത്യം ഒരു വർഷം നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ മണിക്കൂറുകൾ മതി ചില കാര്യങ്ങളങ്ങ് മാറി മറിയാൻ. തെരഞ്ഞെടുപ്പ് ഘട്ടമൊക്കെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് അങ്ങ് മാറുകയാണ്. പക്ഷേ CPM-ന് തുടർഭരണം എന്നുള്ള രീതിയിലാണിപ്പം നാട് മുഴുവൻ അവർ ഫ്ലെക്സും മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴങ്ങുന്നത്, സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നിറയുന്നത്. അത് ഈ തുടർഭരണം എന്നുള്ളത് വരുമ്പോൾ ഒരു ഭാഗത്ത് ഒരു വലിയ പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട്. എത്രയോ പേര് ഈ തുടർഭരണമെന്ന് കേട്ട് അമർഷം കൊള്ളുന്നവരുണ്ടെന്നറിയാമോ? 2021 കഴിഞ്ഞ് 2026 കേരളം ഭരിച്ചു മുട്ടിച്ച് തേച്ച് കഴുകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലർ അമർഷമൊക്കെ അങ്ങനെ അടക്കി വെച്ച് നിൽക്കുന്നുമുണ്ട്. 2026 ബൂത്തിൽ എത്തട്ടെ, അപ്പോൾ കാണിച്ചു തരാമെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ CPM ഇവരുടെ ഒരു ഗ്രൗണ്ട് വർക്ക്, ആ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് 99 സീറ്റുണ്ട്. 2021 കിട്ടിയ 99 സീറ്റിൽ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നതിനെയൊക്കെ അങ്ങ് ശുഷ്കമാക്കി അടിച്ചമർത്തി ആണ് മുമ്പോട്ട് പോകുന്നത്. പ്രതിപക്ഷത്തെ മാത്രമല്ല, പിണറായി പാർട്ടിയെയും പാർട്ടിക്ക് അണികളെയും എല്ലാവരെയും മറ്റ് നേതാക്കന്മാരെയും എല്ലാം അടിച്ചമർത്തിയാണ് പിണറായി ഏകഛത്രാധിപതിയായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പിണറായിയുടെ കണക്കുകൂട്ടലല്ല, ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെ ഉണ്ട്. 75 സീറ്റ് വരെ പിടിച്ചെടുക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അത് 75 മുതൽ 80 വരെ നേടാമെന്ന് പറയുന്നുണ്ട്. ശരി, 75 ആയാൽ പോലും അപ്പോൾ 25 കുറഞ്ഞാലും താൻ മൂന്നാമതും അധികാരത്തിലെത്തും എന്നുള്ള ഒരു വലിയ ദൃഢനിശ്ചയത്തോടുകൂടി വാശിയോടുകൂടിയുള്ള ഒരു അണിയറ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനവും വേലത്തരങ്ങളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PR വർക്ക് ഗംഭീരമായിട്ട് നടക്കുന്നില്ലേ? അമ്മായിയപ്പനും മരുമകനും കൂടി. മരുമകനെ രക്ഷയ്ക്കാണ് ഇപ്പം ചെയ്ത PR വർക്കുകളുടെ കാര്യം. ഇപ്പം കഴിഞ്ഞ തവണ നമുക്ക് കോവിഡിന്റെ കിറ്റ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ അവരുടെ അടിവർക്കുകൾ തന്നെ ഇവിടെ എല്ലാം പറഞ്ഞ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയില്ലേ? ദേശീയപാത ഉൾപ്പെടെ ഇടിഞ്ഞു വീണ അവസ്ഥയില് ഇപ്പം നമുക്കറിയാം, മറ്റേ സ്മാർട്ട് സിറ്റി അതൊരു വല്ലാത്ത ഒരു ഘട്ടത്തിലല്ലേ ഇവരിപ്പോൾ ഈ പണി ചെയ്തു. ഒരുപക്ഷെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ച് നാളും കൂടെ ഒക്കെ നിന്ന് കാണാമായിരുന്നു എല്ലാം. ഇപ്പം സ്മാർട്ട് സിറ്റി ഇനിയിപ്പോൾ മഴ സമയത്ത് ഏത് സിറ്റി ആവുമോ എന്നുള്ളത് അറിയത്തില്ല. അപ്പം മഴ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ റോഡിൻ്റെ ഉദ്ഘാടനം ഇപ്പം വേണ്ടായിരുന്നു. സാധാരണ ഇവരുടെയൊക്കെ റോഡുകൾ അങ്ങനെയാണ്, നിർമ്മിച്ചു കഴിഞ്ഞ് ഒരു വർഷം പോലും നിൽക്കത്തില്ല. അത് ഇവർക്കൊരു അടിയായിട്ട് വരാൻ സാധ്യതയില്ലേ? അല്ല, പിണറായിയുടെ ഒരു നീക്കമെന്ന് പറയുന്നത് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. മൂന്നാമത് കാര്യം എന്ന് പറയുന്നത്, പിണറായിക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സ്ഥാനത്തൊക്കെ തന്നെ ഇരിക്കണം. ഈ സ്ഥാനത്തിരുന്ന് തന്നെ ചിലപ്പോൾ നാട് നീങ്ങണം എന്നുള്ളതാണ് പിണറായിയുടെ. കാരണം ഇതിൽ നിന്ന് ഇറങ്ങി, ആനപ്പുറത്തു നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന് സമ്മാനം വാങ്ങിക്കാൻ താഴോട്ട് വരാൻ താല്പര്യമില്ല. ആനപ്പുറത്ത് ഇരുന്ന് തന്നെ നാട് നീങ്ങണം. അതിനോടൊപ്പം തന്നെ മരുമകന് വഴിയൊരുക്കുകയും വേണം. അപ്പോൾ അങ്ങനെ വലിയൊരു പോരാട്ടമാണ്, ജീവൻ മരണ പോരാട്ടമാണിത്. മുമ്പ് 2 തവണത്തെയും പോലുള്ള പോരാട്ടമല്ല. ഇപ്പോൾ 2016 അധികാരത്തിൽ വന്ന് 21 വന്ന് തോറ്റു കഴിഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കേരളത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. LDF, UDF, UDF, LDF ഇങ്ങനെ. പക്ഷേ ഇതല്ല. പിണറായിയുടെ ഒരു അമിത പ്രതീക്ഷ, അമിത വാശി, ഇങ്ങനെയൊക്കെ രീതിയിൽ അങ്ങ് ഇറങ്ങുകയാണ്. ഇനി അധികാരത്തിൽ നിന്ന് ഇറങ്ങി കാണുമ്പോൾ ജനങ്ങൾ കല്ലെടുത്തെറിയുന്ന രീതിയിലായി പോകും. അപ്പോൾ മരുമകന് 3-ാം വട്ടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രി റിയാസിനെ അങ്ങ് ഏൽപ്പിക്കുകയും വേണം. മരുമകൻ ഒരു തിരുമകനാണ്, അറിയാമോ? അങ്ങനെയാണ് ഒരു കവിതയിൽ തന്നെ. റിയാസിനെ ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ മന്ത്രിയാക്കിയതിൽ തന്നെ പാർട്ടിക്കകത്ത് അസ്വാരസ്യങ്ങളുണ്ട്. ഇപ്പോഴും നിലവിലെ MP രാജേഷ് ഉൾപ്പെടെയുള്ള ഒരു അസ്വാരസ്യത്തിലാണ്.
അപ്പൊ ഇനി എന്തായാലും പിണറായി വിജയൻ ആ ഒരു അറ്റകൈ പ്രയോഗത്തിന് ആ അറ്റകൈ പ്രയോഗം തന്നെ നടക്കും. അതാണല്ലേ അതിനുള്ള ജീവന്മാരാണ് പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹത്തിന് 75 സീറ്റ് കിട്ടും എന്നുള്ള തരത്തിലാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഉത്തര കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നില തുടരും. അതായത് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ വീണ്ടും CPM LDF അനുകൂലമായിട്ട് മാറും. സെൻട്രൽ ട്രാവൻകൂറിലെ ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDF പോയാൽ അവിടെ ഇപ്പോൾ നേടിയിരിക്കുന്ന ചില സീറ്റുകളിലും വോട്ട് വിഹിതത്തിലും കുറവ് സംഭവിക്കാം. പിന്നെ കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ LDF ഭരിക്കുന്ന സമയത്ത് കൊല്ലവും തിരുവനന്തപുരവും എപ്പോഴും അങ്ങനെയാണ്. കൊല്ലം, തിരുവനന്തപുരം ആര് തൂത്തുമായിരുന്നോ അവർക്കായിരിക്കും ഭരണം എന്ന് പറയാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ഇത്തവണയും നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് LDF ആധിപത്യമാണ്. ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ UDF. അത് കോവളം മണ്ഡലം വിൻസെൻ്റ്. അപ്പം ഈ അതുപോലെ തന്നെ കൊല്ലവും. അപ്പോൾ അവിടെയൊക്കെ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം കണ്ണൂരിലാണെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറിയൊക്കെ വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത ഇല്ല. അത് കറക്റ്റായിരിക്കും. കാര്യം ഒരു കാലത്തും LDF വലിയ മുന്നേറ്റം എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ഏതോ അപൂർവ നിമിഷങ്ങളിൽ മാത്രം. LDF തരംഗം ഉണ്ടാകുമ്പോഴും UDF ഒരു പച്ച തുരുത്താണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പാലക്കാടും കോഴിക്കോടും ഒക്കെ തന്നെ കാസർഗോഡും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് തുടരും എന്നാണ് പറയുന്നത്. 25 സീറ്റ് വരെ ഇവർക്ക് നഷ്ടപ്പെടും. അപ്പം BJP കണക്ക് കൂട്ടുന്ന ഒരു 10 സീറ്റ് 11 സീറ്റെങ്കിലുമാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താകുന്ന ലക്ഷണമാണ് കാണുന്നത്. കോൺഗ്രസ്സുകാർ വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഇനി അങ്ങോട്ട് തീർച്ചപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് കുപ്പായം തുന്നി അങ്ങ് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ പിണറായി വളരെ തന്ത്രപൂർവമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. മൂന്നാമതും അത് പിണറായിയുടെ വലിയൊരു ആത്മവിശ്വാസവുമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് നടക്കുന്നത്. അത് സഫലമാക്കാൻ വേണ്ടിയാണ് ഈ താഴെ തട്ടിലിപ്പോൾ കുട്ടി സഹാക്കന്മാർക്കും ഒക്കെ സ്റ്റഡി ക്ലാസ്സും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് പിണറായി 3ാം വട്ടവും അധികാരത്തിൽ വരണം, പിണറായി എന്താണ് ഭരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനിയപ്പം പല കാര്യങ്ങളിലും ഇദ്ദേഹം ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യും. ക്ഷേമ പെൻഷൻ ഇപ്പം 2 മാസത്തെ കുടിശ്ശിക സഹിതം കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ളത് ഉടനെ കൊടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അതിൻ്റെ ഒരു കളി അങ്ങോട്ട് പിണറായി തുടങ്ങുമെന്നുള്ളതാണ്. ഇത് വെറുതെ ഒരു കണക്ക് കൂട്ടൽ, ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടല്ല, വ്യക്തമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതനുസരിച്ച് 75 സീറ്റ് നേടി 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്നാണ് പിണറായിയുടെ കണക്ക് കൂട്ടൽ.